രാഹുൽ മാട്ടൂർ പറയാണ് ഉഭയകക്ഷി തീരുമാനത്തിൻ്റെ ഭാഗമായി ലൈംഗിക ബന്ധം പുലർത്തുന്നത് നിയമപരമാണ്. അർത്ഥം ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിലെന്താ തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. ആരാ ചോദിക്കുന്നത്? രാഹുൽ മാക്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്. ആ കുട്ടി പറയുന്നത് ഒരു കുട്ടിയൊന്നുമല്ല, 18 ആള്, 18 സ്ത്രീകൾ, യുവതികൾ, വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ. അതിലാണ് ഗർഭിണിയാക്കിയതിന് ശേഷം അബോർഷൻ നടത്താൻ നിർബന്ധിച്ചു. എന്നിട്ട് സ്കാൻ പോലും ചെയ്യാതെ എവിടുന്നോ കൊണ്ടുവന്ന മരുന്ന് തന്നെ ബലം പ്രയോഗിച്ച് കുടിപ്പിച്ചു. എന്നിട്ട് ബ്ലീഡിങ് ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിച്ചു എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന കാര്യം നിങ്ങൾ കേട്ടില്ലേ? കോൺഗ്രസിന്റെ ഒരു ജീർണമായ സംസ്കാരത്തിന്റെ രീതിയാണ് ഇത്. വന്നതോടുകൂടി മറ്റെല്ലാം കേരളത്തിൽ അവസാനിച്ചു. ഇപ്പോഴും പത്രങ്ങളും മാധ്യമങ്ങൾ, ചാനൽ ഉൾപ്പെടെ എല്ലാം വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് പോയി. മനോരമ ശ്രദ്ധിക്കുന്നുണ്ട്, രക്ഷപ്പെടുത്താനെങ്കിലും അതുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതൊരു വലിയ ജീർണമായ പശ്ചാത്തലത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇതിൻ്റെ ഒന്നും കാര്യമില്ല, ഈ ക്യാമ്പയിലൊന്നും കാര്യമില്ല. ഞങ്ങൾ 2 കാര്യമാണ് കേരളത്തിലെ ജനങ്ങളോട് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ രാഷ്ട്രീയം. ഒന്ന്, വർഗീയതക്കെതിരായ അതിശക്തിയായ മുന്നേറ്റം സൃഷ്ടിച്ച് മതനിരപേക്ഷതയെ സംരക്ഷിക്കണം. BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യണം. അതിന് ഞങ്ങൾക്ക് 430 സീറ്റ് വേണം. 430 സീറ്റ് കിട്ടിയാലേ ഭരണഘടന പൂർണ്ണമായിട്ട് ഭേദഗതി ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ ഭേദഗതി? ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ മനോ സിദ്ധാന്തത്തിന്റെ ഭാഗമായി. ചില BJPക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, സനാതന ധർമ്മബോധത്തോടെ. കേൾക്കുമ്പോൾ വലിയ പദപ്രയോഗമാണ്. സനാതന ധർമ്മബോധത്തോടെ ഇന്ത്യൻ ഭരണഘടന മാറ്റിയെഴുതണം എന്നാണ്. ഞാൻ ഈ പറഞ്ഞ 3 കാര്യത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കണം. ഒന്നാമത്തത് ചാതുർവർണ്ണ വ്യവസ്ഥ. അതാണത്ര ഈ ഇന്ത്യയിൽ പണ്ട് മുതലേ തുടരുന്ന ഒന്നാണ് ഈ RSകാരനും BJPക്കാരനും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഉള്ളതാണെന്ന്, ലോകമുള്ളതുപോലെ ഈ ജാതി വ്യവസ്ഥയും ചാതുർവർണ്ണ വ്യവസ്ഥയും എല്ലാം ഉള്ളതാണെന്ന്